ഈ സമരം നീതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സമരത്തെ അടിച്ചമർത്താൻ ആരെല്ലാം ശ്രമിച്ചാലും ഞങ്ങൾ തോൽക്കില്ല എന്ന്. അത് ഒരു സ്വരമല്ല, ഒരാളിൻ്റെ സ്വരമല്ല. അത് ഇന്ത്യയിലെ പുത്തൻ തലമുറയുടെ ശബ്ദമായിട്ടാണ് എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അതിഭീകരമായിട്ടാണ് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. എണ്ണമറ്റ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് ആ പോലീസ് സേനയെ വിദ്യാർത്ഥികളെ പാമ്പിനെ തല്ലും പോലെ തല്ലിച്ചതച്ചുകൊണ്ട് ആ സമരത്തെ തച്ചമർത്താമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ വ്യാമോഹം. ആ വ്യാമോഹം വിജയിക്കാൻ പോകുന്നില്ല. കാരണം ആ വിദ്യാർത്ഥികളുടെ സമരവീര്യം അധികാരവർഗത്തിൻ്റെയും അതിൻ്റെ പക്കലെ മർദ്ദക സംഘത്തിൻ്റെയും ലാത്തിക്കും ഉപകരണങ്ങൾക്ക് ഒന്നും തോൽപ്പിക്കാനാകുന്നതല്ല. ഞാൻ അവരെ കണ്ടതാണ് മിനിഞ്ഞാന്ന് 18-ാം തീയതി. അന്ന് അവരെല്ലാവരും പറഞ്ഞു 20-ാം തീയതി ഗവൺമെൻറ് പക്ഷേ ഞങ്ങളെ മർദ്ദിച്ച് ഒതുക്കാൻ ശ്രമിച്ചേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നും അവരെല്ലാവരും പറഞ്ഞു. അതായിരുന്നു അന്നത്തെ അവിടുത്തെ മൂടെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ AISFൻ്റെയും SFIയുടെയും ISIയുടെയും KYSൻ്റെയും എല്ലാം സമര പന്തലിൽ പോയിരുന്നു. അവിടെ വെച്ച് ഞാൻ ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടമായ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാവായ അഭിജിത്ത് ദീപ്കയെ കാണുകയുണ്ടായി. ദീപ്കെ കൊച്ചു മനുഷ്യനാണ്, കാഴ്ചയിൽ കൊച്ചു പയ്യൻ. എനിക്കാദ്യം മനസ്സിലായില്ല. എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു അതാണ് ദീപ്കെ എന്ന് പറഞ്ഞു. അയാൾ അവിടെ ഇരിക്കുകയായിരുന്നു, നിസ്സംഗനായിട്ട് ഒരു മുഖഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മുദ്രാവാക്യവും ബഹളവും എല്ലാം ഉണ്ടാകുമ്പോഴും അക്ഷോഭ്യനായി ശാന്തനായി ഒരു പ്രത്യേകതരം മുഖഭാവത്തോട്ടിരുന്ന ആ വിദ്യാർത്ഥിയാണ്, ആ ചെറുപ്പക്കാരനാണ് ഇന്ത്യയുടെ സമരവേദികളെ മുഴുവനും ഇന്ന് ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ വഴികാട്ടിയായത് എന്ന് എനിക്കപ്പോൾ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അഭിജിത്തിൻ്റെ ചുറ്റും തടിച്ചുകൂടിയ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി സംഘങ്ങളെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് എനിക്ക് ആ ചെറുപ്പക്കാരനിരുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള വഴിയൊരുക്കിയത് നമ്മുടെ സഖാക്കളും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട്. ആ ഒരു സ്ഥലത്ത് കുത്തിയിരുന്നു കൊണ്ട് ഞാൻ സംസാരിച്ചു ഏതാനും മിനിറ്റ് നേരം അഭിജിത്തുമായിട്ട്. അഭിജിത്ത് പറഞ്ഞു ഈ സമരം നീതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സമരത്തെ അടിച്ചമർത്താൻ ആരെല്ലാം ശ്രമിച്ചാലും ഞങ്ങൾ തോൽക്കില്ല എന്ന്. അത് ഒരു സ്വരമല്ല, ഒരാളിൻ്റെ സ്വരമല്ല. അത് ഇന്ത്യയിലെ പുത്തൻ തലമുറയുടെ ശബ്ദമായിട്ടാണ് എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അവരുടെ ആവശ്യം ഏറ്റവും ന്യായമാണ്, ഏറ്റവും ന്യായം. ഒന്ന്, ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കണം. രണ്ട്, ഈ പറയുന്ന പരീക്ഷാ ക്രമക്കേടിൻ്റെ എല്ലാം വഴികാട്ടിയായ സംവിധാനം അത് പിരിച്ചുവിടണം. അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും പാതാളം വരെ താണു പോയിരിക്കുന്നു. അങ്ങനെ ഒന്ന് ഇന്ത്യക്ക് ആവശ്യമില്ല. ഈ പരീക്ഷാ ക്രമക്കേട് മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട ന്യായമായ നഷ്ട പരിഹാരം നൽകണം. ഇതാണ് അവരുടെ ആവശ്യങ്ങൾ. ആർക്ക് പറയാൻ കഴിയും ഈ ആവശ്യങ്ങൾ തെറ്റാണെന്ന്? ഒരാൾക്കും പറയാൻ കഴിയുകയില്ല. ആ പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഗൗരവമേറിയ കാര്യം പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ന്യായാധിപന്മാർ ഇരിക്കുന്ന കസേരയുടെ അന്തസ്സിനെ മറന്നുകൊണ്ട് വഹിക്കുന്ന പദവിയുടെ പ്രാധാന്യം വിസ്മരിച്ചുകൊണ്ട് പറഞ്ഞു, പാറ്റകളെപ്പോലെ കൂറകളെപ്പോലെ ഓരോ ആൾക്കാർ ഓരോന്ന് പറയുന്നുവെന്ന്. ആ പ്രയോഗമാണ് പൊടുന്നനവേ ഒരു സാമൂഹിക പ്രസ്ഥാനമായി
വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. CJP എന്ന പാർട്ടി നമ്മുടെ എല്ലാ സങ്കല്പത്തിലെ നിയതമായൊരു പാർട്ടിയല്ല അത്. പ്രത്യയശാസ്ത്രബോധം അതിന് കുറവായിരിക്കാം. നയവും പരിപാടിയും നമുക്ക് ഇപ്പോഴും അറിയില്ലായിരിക്കാം. പക്ഷേ രാജ്യത്തെ ചെറുപ്പക്കാരെയെല്ലാം ബാധിക്കുന്ന ഏറ്റവും ഗൗരവമേറിയൊരു കാര്യം CJP മൂർത്തമായ രൂപത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെയാണ് കൂറകൾ അല്ലെങ്കിൽ പാറ്റകൾ ഈ സമൂഹത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയത്. ആ പാറ്റകൾ ഉയർത്തിയ ആവശ്യങ്ങളുടെ പുറകിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമാകെ ഒന്നിച്ച് അണിചേർന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കാണുന്നത്. കൊടിഭേദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, സംഘടനാ പേരുകളിലെ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവിടെ സമരരംഗത്ത് നിൽക്കുന്ന കാഴ്ച ആരെയും ആവേശം കൊള്ളിക്കും. ആരെയും. ആ സമരവീര്യത്തിൻ്റെ അർത്ഥമറിയാത്തത് കൊണ്ടാണ്, അവരുന്നയിക്കുന്ന ആവശ്യങ്ങളുടെ പ്രസക്തി അറിയാത്തത് കൊണ്ടാണ് തല്ലിച്ചതച്ചുകൊണ്ട് അവരെ ഒഴിവാക്കാമെന്ന് സർക്കാർ വ്യാമോഹിച്ചത്. ഡൽഹിയിൽ ജന്തർ അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ പരിസരങ്ങളിലും ഭീകരമായ അവസ്ഥയായിരുന്നു. ശത്രുസേനയെ നേരിടും പോലെയാണ് ഇന്ത്യയുടെ മക്കളായ വിദ്യാർത്ഥികളെ തല്ലി ഒതുക്കുവാനും ചതയ്ക്കുവാനും വേണ്ടിയുള്ള ഭ്രാന്ത് പിടിച്ച ആവേശവുമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലീസ് അവിടെ ചാടി വീണത് നമ്മളെല്ലാവരും കണ്ടു. നീളമുള്ള രാത്രി കൊണ്ട് വൈരാഗ്യപൂർവം ആ വിദ്യാർത്ഥികളെയെല്ലാം തല്ലിച്ചതയ്ക്കുന്ന പോലീസ് സേനയെ നമ്മൾ കണ്ടു. ലവലേശം പതറാതെ ആ തല്ലെല്ലാം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അവരാരും പക്ഷേ ഭീരുക്കളെ പോലെ പിന്തിരിഞ്ഞോടിപ്പോയില്ല. ടിയർ ഗ്യാസുകൾ പലവട്ടം പൊട്ടിച്ചു. വെടിവയ്ക്കും പോലെ അവിടെയെല്ലാം വെടിവെച്ച് മുഴങ്ങി. താൽക്കാലികമായി കിട്ടിയ ഇടവേളയിൽ സമരപ്പന്തലെല്ലാം പൊളിച്ചു മാറ്റി ഗവൺമെൻറ്. സമരം പക്ഷേ അവിടെ തീർന്നില്ല. അല്പമൊന്ന് ശാന്തമായപ്പോൾ, പുകയിളങ്ങിയപ്പോൾ ആ വിദ്യാർത്ഥികൾ വീണ്ടും ആയിരക്കണക്കിന് സമരരംഗത്തേക്ക് വന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. ഇന്ത്യയും ലോകവും വീണ്ടും പാർട്ടിയെ കാണുകയാണ്, അല്ലെങ്കിൽ പാർട്ടികളെ കാണുകയാണ്. പാർട്ടികളെ നോക്കി ആരും പുച്ഛിക്കേണ്ടതില്ല. ഇത് ഞാൻ പറയുന്നത് ഒരു പഴയ ചിത്രത്തെ ഓർത്തുകൊണ്ടാണ്. 80കളിൽ ലോകം മുഴുവനും ആണവയുദ്ധത്തെപ്പറ്റി ഉത്കണ്ഠമുള്ള നാളുകളിൽ സമാധാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചൊരു സിനിമ പുറത്തു വന്നു. അതിൻ്റെ പേര് ദ ഡേ ആഫ്റ്റർ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ പിറ്റേന്നാൾ. ഒരു ന്യൂക്ലിയർ യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൻ്റെ പിറ്റേന്നാളിൽ എന്തായിരിക്കും സ്ഥിതി എന്നായിരുന്നു ആ ചിത്രം പറയാൻ ശ്രമിച്ചത്. എല്ലാം തകർന്ന് മണ്ണടിയും. മഹാസൗധങ്ങൾ, പൂന്തോട്ടങ്ങൾ, എടുപ്പുകൾ, ശില്പങ്ങളെല്ലാം തകർന്നു പോകും. ഭൂമിയാകെ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ വലിയൊരു കാട് പോലെ തോന്നിപ്പോകും. അതാണ് ആ സിനിമയുടെ രംഗങ്ങൾ. അതിനകത്ത് ഇടയിൽ കൂടി ഒരു പാറ്റ ഇങ്ങനെ ഓടിപ്പോകുന്നു. ഒരാൾ ആ പാറ്റയെ നോക്കി പുച്ഛിക്കുന്നു, ഇതാ ഒരു പാറ്റ പോകുന്നുവെന്ന്. അപ്പോൾ അവരൻ പറഞ്ഞു, ചിരിക്കാതിരിക്കൂ, പുച്ഛിക്കാതിരിക്കൂ. നമ്മളെല്ലാം ആണവയുദ്ധത്തിൻ്റെ ഇരകളായി മരിച്ചു വീണാലും ശരി, മരിക്കാത്തൊരു ജീവി ഉണ്ടാകും. ആ ജീവി പാറ്റകളായിരിക്കും. പാറ്റകൾക്ക് അതിജീവിക്കാൻ ശേഷിയുണ്ട്. ആണവയുദ്ധത്തിൻ്റെ ഭീകരതയെപ്പോലും അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ജീവിവർഗമാണ് പാറ്റ എന്നുള്ള ശാസ്ത്രീയ സത്യം ആ സിനിമയിലെ ആ കഥാപാത്രം വിളിച്ചു പറയുന്നുണ്ട്. കോക്രോച്ച് എന്ന പേര് ഉണ്ടായത് സുപ്രീം കോടതി വിധിയുടെ രൂക്ഷമായിട്ടുള്ള പുച്ഛത്തിൻ്റെ മറുവാക്ക് പോലെ ആയിരിക്കാമെങ്കിൽ പോലും ഇതോർക്കുമ്പോൾ എനിക്ക് തോന്നി ആ പേര് അന്വർത്ഥമായ പേരാണെന്ന്. എന്തായാലും ആശയപരമായിട്ടുള്ള വ്യക്തതയോടുകൂടി ലക്ഷ്യബോധമുള്ള പോരാട്ടവീര്യവുമായി എല്ലാവരും സഹകരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും പറഞ്ഞും കേട്ടും കൊണ്ട് ഈ പറയുന്ന വിദ്യാർത്ഥി മുന്നേറ്റത്തിന് പുതിയ അർത്ഥങ്ങളും
തലങ്ങളുമെല്ലാം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരു പഴയകാല വിദ്യാർത്ഥി പ്രവർത്തകൻ്റെ, ഒരു പഴയ IAS പ്രവർത്തകൻ്റെ എല്ലാ വീറോടും കൂടി, എല്ലാ ആവേശവും ആവാഹിച്ചുകൊണ്ട് ഞാൻ ഡൽഹിയിലും പരിസരങ്ങളിലും പോരാടിയ വിദ്യാർത്ഥികളെയെല്ലാം സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്യുന്നു. ആ സമരരംഗത്ത് മർദ്ദനങ്ങളെ കൂസാത്ത നിലക്കൊണ്ട അവരെല്ലാവരെയും ഞാൻ ഒരു സഖാവിനെ പോലെ, ഒരു ബന്ധുവിനെ പോലെ ആശ്ലേഷിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ആ സമരരംഗത്തുള്ള എല്ലാവരെയും ഹൃദയം നിറയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സഖാക്കളെ, മുന്നോട്ട്.